ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാനിവിടെ നിങ്ങൾക്ക് സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയ ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ തേർഡ് ചാപ്റ്ററാണ് ഇപ്പോൾ എടുക്കുന്നത്, ബിസിനസ് സർവീസ്. സോ ബിസിനസ് സർവീസ് ഫസ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് വെച്ചാൽ നമുക്ക് ബാങ്ക് എന്ന് പറഞ്ഞൊരു ഫെമിലിയർ ആയിട്ടുള്ള വേർഡാണ്, നമുക്കറിയാം. ബാങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണി ഡീൽ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ ബാങ്ക്. സോ കൊമേഴ്ഷ്യൽ ബാങ്ക് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡീലിംഗ് ഇൻ മണി. ദേ ആർ ഗവേൺഡ് ബൈ ഇന്ത്യൻ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. 1949 ഇന്ത്യൻ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആണ് ഈ കൊമേഴ്ഷ്യൽ ബാങ്കിനെ ഗവേൺ ചെയ്യുന്നത്. ദർ ആർ ടു ടൈപ്സ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്, പബ്ലിക് സെക്ടർ ബാങ്ക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് വെച്ചാൽ അവിടുത്തെ മേജർ ഷെയറും ഗവൺമെൻറ്റിനായിരിക്കും. അവർ കൂടുതലും പ്രോഫിറ്റിനേക്കാളും കൂടുതൽ ഒരു സോഷ്യൽ ഒബ്ജക്റ്റീവിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതാണ് പബ്ലിക് സെക്ടർ ബാങ്ക്. എക്സാമ്പിളായിട്ട് വരുന്നത് SBI, പബ്ലിക് നാഷണൽ ബാങ്ക്, PNB, കനറ ബാങ്ക് എക്സെട്ര. ഇതൊക്കെ ആയിരിക്കും പബ്ലിക് സെക്ടർ ബാങ്ക് ആയിട്ട് വരാം. സോ പബ്ലിക് സെക്ടർ ബാങ്ക് ആർ ദോസ് ഇൻ വിച്ച് ദ ഗവൺമെൻറ് ഹാസ് എ മേജർ സ്റ്റേക്ക്. ദേ എംഫസൈസ് ഓൺ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് റാദർ ദാൻ പ്രോഫിറ്റബിലിറ്റി. നെക്സ്റ്റ്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആർ ഓൺഡ്, മാനേജ്ഡ് ആൻഡ് കൺട്രോൾഡ് ബൈ പ്രൈവറ്റ് പ്രൊമോട്ടേഴ്സ്. ദേ എംഫസൈസ് മോർ ഓൺ പ്രോഫിറ്റബിലിറ്റി. അതായത് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് പ്രൊമോട്ടേഴ്സ് ആയിരിക്കും. പ്രൈവറ്റ് പാർട്ടി ആയിരിക്കും ഈ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് മാനേജ് ചെയ്യാം, ഓൺ ചെയ്യും. അവർ കൂടുതലും പ്രോഫിറ്റബിലിറ്റി കൂട്ടാനേ നോക്കുകയുള്ളൂ. പബ്ലിക് സെക്ടർ ബാങ്ക് ആണെങ്കിൽ കൂടുതലും സോഷ്യൽ ഒബ്ജക്റ്റീവ്സും, പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആണെങ്കിൽ കൂടുതൽ എംഫസൈസ് ചെയ്യുക പ്രോഫിറ്റബിലിറ്റിക്ക്. എക്സാമ്പിളായിട്ട് വരുന്നത് HDFC ബാങ്ക്, ICICI ബാങ്ക് എക്സെട്ര. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ്. ഫസ്റ്റ് ഫങ്ഷനാണ് ആക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്. അതെന്ന് വെച്ചാൽ ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുക. ആ ഒരു ഇമ്പോർട്ടൻറ്റ് ഫങ്ഷനാണ് എന്ത്, ഡെപ്പോസിറ്റ്. പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുക. നമുക്ക് ബാങ്ക് എന്തിന് മണി ലെൻഡ് ചെയ്യും. മണി നമുക്ക് കയ്യിൽ കിട്ടുന്നത് എങ്ങനെയാണ്, ഈ ഡെപ്പോസിറ്റ് കിട്ടിയിട്ട്, പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് കിട്ടിയിട്ട് ആ എമൗണ്ടാണ് നമുക്ക് ബാങ്ക് ലെൻഡ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ് പഠിക്കാനുണ്ട്. അപ്പോൾ ആക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് എ കൊമേഴ്ഷ്യൽ ബാങ്ക് ഈസ് ടു ആക്സെപ്റ്റ് മണി ഫ്രം ദ പബ്ലിക് ആസ് ഡെപ്പോസിറ്റ്. ബാങ്ക് ലെൻഡ് മണി ഔട്ട് ഓഫ് ദ ഡെപ്പോസിറ്റ് റിസീവ്ഡ് ഫ്രം പബ്ലിക്. ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ് ആർ, ഫസ്റ്റ് വൺ കറണ്ട് അക്കൗണ്ട്. ഫസ്റ്റത്തെ ഡെപ്പോസിറ്റാണ് കറണ്ട് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ട് എന്ന് വെച്ചാൽ അത് കൂടുതലും ബിസിനസ് മാനാണ് ഈ കറണ്ട് അക്കൗണ്ട് യൂസ് ചെയ്യുക. കറണ്ട് അക്കൗണ്ട് തുടങ്ങാൻ ബിസിനസ് മാനാണ്. കാരണം വെച്ചാൽ ഈ കറണ്ട് അക്കൗണ്ടിൽ നമുക്ക് എത്രത്തോളം എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും അത്ര എമൗണ്ട് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. അതേപോലെ തന്നെ വിഡ്രോയും ചെയ്യാം. നമ്മളുടെ എത്രത്തോളം ഡെപ്പോസിറ്റ് ഉണ്ടോ അത് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം. അതുകൊണ്ടാണ് ഈ ബിസിനസ് മാൻ ആയിരിക്കും ഈ കറണ്ട് അക്കൗണ്ട് യൂസ് ചെയ്യുക. നെക്സ്റ്റ്, കറണ്ട് അക്കൗണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ബിസിനസ് മാൻ. Any amount of money can be deposited at any number of times, but money can be withdrawn subject to the fund available. Next account ആണ്, types of deposit ആണ് savings bank account. Savings account are for promoting savings by individuals. ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും സേവിങ് ഹാബിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ആണ് ഈ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഉള്ളത്. ബാങ്ക്സ് പേ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആസ് ഡിസൈഡ് ബൈ RBI. ഇവിടെ സേവിങ്സ് അക്കൗണ്ടിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും. ആ ഇൻട്രസ്റ്റ് ഫിക്സ് ചെയ്യുക ആരാണ്, RBI, റിസർവ് ബാങ്ക് ആണ് ഈ ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് ഫിക്സ് ചെയ്യുക. എ പേഴ്സൺ ക്യാൻ ഡെപ്പോസിറ്റ് എനി എമൗണ്ട് ഓഫ് മണി അറ്റ് എനി നമ്പർ ഓഫ് ടൈംസ്. എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഈ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഒരു പേഴ്സണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ദർ ആർ സർട്ടൻ റെസ്ട്രിക്ഷൻ ആസ് ടു ദ എമൗണ്ട് ആൻഡ് നമ്പർ ഓഫ് വിഡ്രോവൽ ഫ്രം ദിസ് അക്കൗണ്ട്. പക്ഷേ ഈ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് വിഡ്രോ ചെയ്യുമ്പോൾ കുറച്ച് റെസ്ട്രിക്ഷൻസും ഒക്കെ നമുക്ക് ഉണ്ടാകും വിഡ്രോ ചെയ്യുന്ന സമയത്ത്. സോ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് നമ്മളുടെ ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും സേവിങ്സ് ഹാബിറ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അക്കൗണ്ടാണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. നെക്സ്റ്റ്, ഫിക്സ്ഡ് ഓർ ടൈം ഡെപ്പോസിറ്റ്. These are deposit made for a fixed period of time. ഒരു ഫിക്സഡ് പീരീഡ് ഓഫ് ടൈമിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ടാണ് ഈ ഫിക്സഡ് ഓർ ടൈം ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ. ഇപ്പോൾ ഒരു 1 ഇയറോ 3 ഇയറോ 5 ഇയേഴ്സോ എക്സെട്ര. അപ്പോൾ അങ്ങനെ ഓരോ ഇപ്പോൾ 1 ഇയറിനായിരിക്കും, അല്ലെങ്കിൽ 3 ഇയറിനായിരിക്കും, അല്ലെങ്കിൽ 5 ഇയർ, അതിൽ കൂടുതൽ, അങ്ങനെ ഓരോ ടൈമിന് വേണ്ടി ഡെപ്പോസിറ്റ്. അപ്പോൾ അത്രയും ടൈം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് വിഡ്രോ ചെയ്യാനും പറ്റുള്ളൂ. ദേ ക്യാരി എ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ദാൻ സേവിങ്സ് ഡെപ്പോസിറ്റ്. സേവിങ് ഡെപ്പോസിറ്റിനേക്കാളും കൂടുതൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിന് ഉണ്ടാവുക. പ്രീമെച്യൂർ വിഡ്രോവൽ ഈസ് പെർമിസിബിൾ വിത്ത് എ പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് ബീങ് ഫോർഫീറ്റഡ്. ഇനി മെച്യൂരിറ്റി എത്തുന്നതിന് മുമ്പ് നമുക്കിതിൽ നിന്ന് വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് ഫോർഫീറ്റ് ചെയ്തിട്ടായിരിക്കും നമുക്കതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരം 3 ടൈപ്പ് ഡെപ്പോസിറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കറണ്ട് അക്കൗണ്ട്, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, ഫിക്സഡ് ഓർ ടൈം ഡെപ്പോസിറ്റ്.
നെക്സ്റ്റ് ഫങ്ഷൻസ് ആണ് ലെൻഡിങ് ഓഫ് ഫണ്ട്. അനദർ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഈസ് ടു പ്രൊവൈഡ് ലോൺസ് ടു കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് ലോൺ കൊടുക്കുക. നമുക്കറിയാം ലോൺ കൊടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഈ ബാങ്കിൻ്റെ കസ്റ്റമേഴ്സ് എന്ന് വെച്ചാൽ ബാങ്കിലൊക്കെ ലോണൊക്കെ അപേക്ഷിക്കുന്ന വ്യക്തികളെയാണ് ഈ കസ്റ്റമേഴ്സ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ബാങ്ക് എന്ത് ചെയ്യും, ലോണ് കൊടുക്കും. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യും, ഫണ്ട് ലെൻഡ് ചെയ്യും. അതെന്താണ്, അതൊരു കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫംഗ്ഷനാണ്. ദീസ് മേ ബി ഇൻ ദ ഫോം ഓഫ് ലോൺസ്, ഓവർ ഡ്രാഫ്റ്റ്, ക്യാഷ് ക്രെഡിറ്റ്, കസ്റ്റമർ ക്രെഡിറ്റ്, ഡിസ്കൗണ്ടിങ് ട്രേഡ് ബിൽസ് എക്സെട്ര. സോ നമുക്ക് ബാങ്ക് എങ്ങനെയൊക്കെയാണ് ലെൻഡ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി യൂസ് ചെയ്തിട്ടോ, ലോണോ, ക്യാഷ് ക്രെഡിറ്റ്, കൺസ്യൂമർ ക്രെഡിറ്റ്, ഡിസ്കൗണ്ടിങ് ട്രേഡ് ബിൽസ്, ട്രേഡ് ബില്ല് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുക, അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും നമുക്ക് ഫണ്ട് ലെൻഡ് ചെയ്യുക. ഇത് രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ് എന്ത്, ലെൻഡിങ് ഓഫ് ഫണ്ട്. നെക്സ്റ്റ് ചെക്ക് ഫെസിലിറ്റി. ചെക്ക് ബാങ്ക് ഹെൽപ്സ് കസ്റ്റമേഴ്സ് ബൈ കളക്ടിങ് ദെയർ ചെക്സ് ഡ്രോൺ ഓൺ അതർ ബാങ്ക്. നമ്മളുടെ ബാങ്ക് ഇപ്പോൾ കനറ ബാങ്ക് ആയിരിക്കും, മറ്റേത് ചിലപ്പോൾ ഫെഡറൽ ബാങ്ക് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫെഡറൽ ബാങ്കിലത്തെ ചെക്ക് കൊണ്ട് കനറ ബാങ്കിൽ കൊണ്ടുപോയാൽ നമുക്ക് എന്ത് ചെയ്യും, ചെക്ക് അവർ കളക്ട് ചെയ്ത് നമുക്ക് ആ എമൗണ്ട് തരും. അപ്പോൾ എന്ത് ചെയ്യും, ചെക്ക് ഫെസിലിറ്റി ഒരു ഫംഗ്ഷനാണ്. ബാങ്ക് ഹെൽപ്സ് കസ്റ്റമേഴ്സ് ബൈ കളക്ടിങ് ദെയർ ചെക്സ് ഡ്രോൺ ഓൺ അതർ ബാങ്ക്. വേറൊരു ബാങ്ക് ഡ്രോൺ ചെയ്ത് ചെക്ക് എന്ത് ചെയ്യും, നമ്മളുടെ ബാങ്ക് എന്ത് ചെയ്യും, കളക്ട് ചെയ്തിട്ട് നമുക്ക് ക്യാഷ് തരും. ചെക്ക് ക്യാൻ ബി യൂസ് ടു മേക്ക് പേയ്മെൻറ്റ് ആൻഡ് വിഡ്രോ മണി. ചെക്ക് നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം, പേയ്മെൻറ്റ് ചെയ്യാനും യൂസ് ചെയ്യാം, അതേപോലെ തന്നെ മണി വിഡ്രോ ചെയ്യാനും യൂസ് ചെയ്യാം. ദർ ആർ 2 ടൈപ്സ് ഓഫ് ചെക്ക്. നമുക്ക് 2 ടൈപ്പ് ചെക്ക് ഉണ്ട്. ഒന്ന് ബെയറർ ചെക്കും, സെക്കൻഡ് വൺ ക്രോസ്ഡ് ചെക്കും. ബെയറർ ചെക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻകാഷബിൾ ഇമ്മീഡിയറ്റ്ലി അറ്റ് ബാങ്ക് കൗണ്ടേഴ്സ്. ബാങ്ക് കൗണ്ടറിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് തരും. അതാണ് ബെയറർ ചെക്ക്. ക്രോസ്ഡ് ചെക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർ ഡെപ്പോസിറ്റഡ് ഓൺലി ഇൻ ദ പേയീസ് അക്കൗണ്ട്. പേയീസ് അക്കൗണ്ടിൽ മാത്രമേ ആ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് തരും. മറ്റേ ബെയറർ ചെക്ക് പോലെ നമുക്ക് കൗണ്ടറിൽ പോയാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് കിട്ടില്ല. അപ്പോൾ ഇതാണ് 2 ടൈപ്സ് ഓഫ് ചെക്ക്. നെക്സ്റ്റ് 4th പോയിന്റ് ആണ് റെമിറ്റൻസ് ഓഫ് ഫണ്ട്. ബാങ്ക്സ് പ്രൊവൈഡ് ദ ഫെസിലിറ്റി ഓഫ് ഫണ്ട് ട്രാൻസ്ഫർ ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഇപ്പോൾ നമുക്ക് ബാങ്ക് എന്ത് ചെയ്യും, ഇപ്പം വേറൊരു പ്ലേസിലാണ്, നമ്മളുടെ ബാങ്ക് വേറൊരു പ്ലേസിലാണ്. അപ്പോൾ നമുക്ക് ബാങ്ക് എന്ത് ചെയ്യും, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയും കൂടി ഉണ്ട്. ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലോട്ട് നമ്മൾ പറഞ്ഞാൽ ബാങ്ക് എന്ത് ചെയ്യും, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇഫ് എ പേഴ്സൺ വാണ്ട്സ് ടു സെൻഡ് മണി സം എമൗണ്ട് ടു അനദർ പേഴ്സൺ അറ്റ് ഡിസ്റ്റൻറ്റ് പ്ലേസ് ഹി ക്യാൻ ബൈ എ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഫ്രം എ ബാങ്ക്. അതായത് ഇപ്പോൾ ഒരു പേഴ്സൺ എന്താണ്, വേറൊരു ഭയങ്കര ദൂരമുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കൊരാൾക്ക് ക്യാഷ് കൊടുക്കണമെങ്കിൽ അത് ഡിസ്റ്റൻറ്റ് പ്ലേസിലാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ബാങ്കിൽ പോയിട്ടൊരു ഡിമാൻഡ് ഡ്രാഫ്റ്റ് വാങ്ങും. അങ്ങനെ ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് എന്ത് ചെയ്യുക, ആ ഡിമാൻഡ് ഡ്രാഫ്റ്റ് നമ്മളുടെ ഫ്രണ്ട് ആർക്കാണോ നമുക്ക് ക്യാഷ് കൊടുക്കാനുള്ളത് അവർക്ക് നമ്മൾ ഈ ഡിമാൻഡ് ഡ്രാഫ്റ്റ് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കും. അപ്പോൾ ഈ ഡിമാൻഡ് ഡ്രാഫ്റ്റ് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ അയച്ചു കൊടുത്തത് ആരാണോ അദ്ദേഹം അത് യൂസ് ചെയ്തിട്ട് വേറൊരു ബാങ്കിൽ പോയാൽ എമൗണ്ട് അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ആ പ്ലേസിൽ നിന്ന് ആ എമൗണ്ട് കളക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ if a person wants to send some amount to another person at distant place, he can buy a demand draft from a bank. The bank draws a DD on its own branch or other banks at those places. The DD is sent then to payee by post. The payee can present the DD on the drawee bank at his place and collect the amount. നെക്സ്റ്റ് ഫംഗ്ഷനാണ് അലൈഡ് സർവീസ്. ബാങ്ക് ഓൾസോ പ്രൊവൈഡ് അലൈഡ് സർവീസ്. അതായത് ഒരുപാട് സർവീസ് നമുക്ക് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ബിൽ പേയ്മെൻറ്റ്, നമുക്ക് ഇലക്ട്രിസിറ്റി ബിൽ, വാട്ടർ ബിൽ, അങ്ങനെ ഒരുപാട് ബില്ല് നമുക്ക് എന്ത് ചെയ്യാം, ബാങ്ക് വഴി അടയ്ക്കാൻ പറ്റും ഇല്ലേ, ബാങ്ക് വഴി നമുക്ക് പേ ചെയ്യാൻ പറ്റും. ലോക്കർ ഫെസിലിറ്റീസ്, നമുക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള വാല്യുബിൾ ആയിട്ട് തിങ്സ് നമുക്ക് അവിടെ ലോക്കർ ഫെസിലിറ്റി യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, സേഫ്റ്റി ആയിട്ട് വെക്കാൻ പറ്റും. നെക്സ്റ്റ് ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഷെയർസ്. നമുക്ക് ബാങ്ക് വഴി ഒരു കമ്പനിയുടെ ഷെയർ സെല്ല് ചെയ്യാനും ബൈ ചെയ്യാനും പറ്റും. നെക്സ്റ്റ് നമുക്ക് റെൻറ്റ് പേ ചെയ്യാൻ പറ്റും, ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കാൻ പറ്റും. നെക്സ്റ്റ് ഡിവിഡൻറ്റ് കളക്ട് ചെയ്യാൻ പറ്റും, ഇപ്പോൾ കമ്പനിയുടെ ഡിവിഡൻറ്റ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ അലൈഡ് സർവീസ് നമുക്ക് ബാങ്ക് ചെയ്തു തരും. സോ ഇതൊക്കെയാണ് ബാങ്കിൻ്റെ ഫങ്ഷൻസ്. ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ആയിട്ട് വരുന്നത് ഇതൊക്കെയാണ്. നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഇ ബാങ്കിങ് മീൻസ് ഇലക്ട്രോണിക് ബാങ്കിങ് ഓർ ബാങ്കിങ് യൂസിങ് ഇലക്ട്രോണിക് മീഡിയ. അപ്പോൾ ഇ ബാങ്കിങ് മീൻസ് ഇലക്ട്രോണിക് ബാങ്കിങ് ഓർ ബാങ്കിങ് യൂസിങ് ഇലക്ട്രോണിക് മീഡിയ. ഇറ്റ് ഈസ് എ സർവീസ് പ്രൊവൈഡഡ് by bank that allows a customer to conduct banking transaction such as managing savings, checking accounts, applying for loans or paying bills over the internet using a personal computer or mobile phone. The services include electronic fund transfer, automated teller machine, debit card, credit card, digital cash, etc.
സോ ഇ ബാങ്കിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിക് ബാങ്കിങ്, അതായത് നമുക്ക് എന്ത് ചെയ്യും, ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് നമ്മൾക്കൊരു പേഴ്സണൽ കമ്പ്യൂട്ടറോ അതോ മൊബൈൽ ഫോണോ യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാങ്കിങ് ട്രാൻസാക്ഷൻ കണ്ടക്ട് ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ സേവിങ്സ് മാനേജ് ചെയ്യാൻ പറ്റും, അക്കൗണ്ട് ചെക്ക് ചെയ്യാൻ പറ്റും, ലോൺ അപ്ലൈ ചെയ്യാൻ പറ്റും, ബില്ല് പേ ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് മൊബൈൽ ഫോണോ പേഴ്സണൽ കമ്പ്യൂട്ടറോ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ സർവീസ് എന്ന് വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എ ടി എം ഫെസിലിറ്റി, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഡിജിറ്റൽ ക്യാഷ്, അതുപോലെ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, ഇതൊക്കെയാണ് ഈ സർവീസിൽ ഇൻക്ലൂഡ് ആവുന്ന കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് ബാങ്കിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് രണ്ട് തരം ബെനിഫിറ്റ്, രണ്ട് പേർക്കുള്ള ബെനിഫിറ്റ്സ് പഠിക്കാനുണ്ട്, കസ്റ്റമേഴ്സിനും ബാങ്കിനും. ഫസ്റ്റ് കസ്റ്റമേഴ്സ്. ടു കസ്റ്റമേഴ്സ് ഇറ്റ് പ്രൊവൈഡ് 24 hours a day 365 days a year സർവീസ് ടു ദ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിനത് ഒരു ഇയറിൽ 365 ഡേയ്സും ഒരു ഡേയിൽ 24 hours നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വേണ്ട, ഒരു അത്യാവശ്യ കാര്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിന് ബാങ്കിൽ പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് കസ്റ്റമേഴ്സിനുള്ളൊരു ബെനിഫിറ്റാണ്. നെക്സ്റ്റ് പോയിന്റ്, കസ്റ്റമേഴ്സ് ക്യാൻ മേക്ക് സം ട്രാൻസാക്ഷൻസ് ഫ്രം ഓഫീസ് ഓർ ഹൗസ് ഓർ വൈൽ ട്രാവലിംഗ് വിയ മൊബൈൽ ഫോൺ. കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, എപ്പോൾ വേണമെങ്കിലും ട്രാൻസാക്ഷൻ നടത്താൻ പറ്റും. ഓഫീസിലാണെങ്കിലും ഹൗസിലാണെങ്കിലും നമുക്ക് ട്രാവലിങ്ങിലാണെങ്കിലും നമുക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റും. നെക്സ്റ്റ്, ഇറ്റ് ക്രിയേറ്റ് എ സെൻസ് ഓഫ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. നമ്മൾ ഫോണിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ അവിടെ കീപ്പ് ചെയ്യും. നെക്സ്റ്റ്, ലെസ് റിസ്ക് ആൻഡ് ഗ്രേറ്റർ സെക്യൂരിറ്റി ടു ദ കസ്റ്റമർ ആസ് ദേ ക്യാൻ അവോയ്ഡ് ട്രാവലിംഗ് വിത്ത് ക്യാഷ്. ലെസ് റിസ്ക് ആയിരിക്കും, അതേപോലെ തന്നെ സെക്യൂരിറ്റി ഹൈ ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാം, ക്യാഷ് ഇല്ലാതെ ട്രാവൽ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഹ്യൂജ് ക്യാഷും കൊണ്ട് പോകേണ്ട ഒരു ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. നമുക്ക് അത്യാവശ്യം ക്യാഷ് കൊണ്ടുപോകേണ്ട കാര്യം ഉണ്ടാവുള്ളൂ. നമുക്ക് ക്യാഷ് എന്ത് വേണ്ട, നമുക്ക് കയ്യിൽ കൊണ്ടുപോകേണ്ട കാര്യമില്ല. സോ നമുക്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം. നെക്സ്റ്റ്, ബാങ്കിന് എന്താണ് ബെനിഫിറ്റ് ഉള്ളത്, ഇറ്റ് പ്രൊവൈഡ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ടു ദ ബാങ്ക്. ബാങ്കിന് എന്തെങ്കിലും കോമ്പറ്റീഷൻ ഉണ്ടാകും ബാങ്ക് തമ്മിൽ, അപ്പോൾ അതൊരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ്, ലോഡ് ഓൺ ബ്രാഞ്ചസ് ക്യാൻ ബി കൺസിഡറബിളി റെഡ്യൂസ്ഡ്. ബ്രാഞ്ചസിനുള്ള ഓവർലോഡ് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതെല്ലാമാണ് ഈ ബാങ്കിങ് യൂസ് ചെയ്താലുള്ള ബെനിഫിറ്റ്. സോ നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തത്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണെന്നാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീലിംഗ് ഇൻ മണി, പിന്നെ 2 types ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഉണ്ട്, പബ്ലിക് സെക്ടർ ബാങ്ക്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. നെക്സ്റ്റ്, ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്, അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്, there are 3 types ഓഫ് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, ഫിക്സ്ഡ് ഓർ ടൈം ഡെപ്പോസിറ്റ്. നെക്സ്റ്റ് പോയിന്റ്, ലെൻഡിങ് ഓഫ് ഫണ്ട്. തേർഡ് പോയിന്റ്, ചെക്ക് ഫെസിലിറ്റി. നെക്സ്റ്റ് പോയിന്റ്, റെമിറ്റൻസ് ഓഫ് ഫണ്ട്. നെക്സ്റ്റ്, അലൈഡ് സർവീസ്. ഇതാണ് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. നെക്സ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് ഇ ബാങ്കിങ് ഓർ ഇലക്ട്രോണിക് ബാങ്കിങ്, അതിൻ്റെ കസ്റ്റമേഴ്സിനുള്ള ബെനിഫിറ്റും ബാങ്കിനുള്ള ബെനിഫിറ്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്ത്. സോ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും മാത്രം ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. സോ താങ്ക് യു.